ഇന്നത്തെ സൈക്കിൾ യജ്ഞത്തിൻ്റെ കുറച്ച് വീഡിയോസാണ് കേട്ടോ. ഞങ്ങളിന്ന് 6 മണി കഴിഞ്ഞപ്പോൾ ലേക്ക് ഗാർഡൻസിലെത്തി. മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് എന്ന് ഇന്നസെൻ്റ് പറഞ്ഞ പോലെ സൈക്ലിംഗ് വിത്ത് മ്യൂസിക് ആയിരുന്നു ഇന്ന്. ചേട്ടൻ്റെ സൈക്കിളിൽ ഇന്ന് സ്പീക്കറൊക്കെ ഘടിപ്പിച്ചിട്ടാണ് വന്നത്. ഇവിടെ അങ്ങനെ പലരും സൈക്ലിങ്ങിന് പോകുമ്പോൾ മ്യൂസിക്കൊക്കെ വെച്ച് പോണ് കാണാറുണ്ട് കേട്ടോ. നല്ല നല്ല പഴയ ഹിന്ദി പാട്ടുകളും കേട്ടുകൊണ്ടാണ് ഇന്ന് സൈക്കിൾ ചവിട്ടുണ്ടായിരുന്നത്. എൻ്റെയൊക്കെ ഡിഗ്രി കാലഘട്ടത്തിലെ ആ ഒരു നല്ല പാട്ടുകൾ ഇറങ്ങിയിട്ടുള്ള സമയം, എക്കിലടുക്കി കൊതേക്കാത്തോ, ജാദു, തേരി നസർ, അതൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല പാട്ടുകളായിരുന്നു. അതൊക്കെ ആസ്വദിച്ചാണ് സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കണേ. ഞാനൊരു പാട്ട് മുഴുവനുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടാ, അപ്പം തന്നെ കോപ്പിറൈറ്റ് അടിച്ചു. അപ്പോൾ വേഗം അത് ഡിലീറ്റ് ചെയ്തു. ഇന്ന് സൈക്കിൾ ചവിട്ടി റസാവു ഒക്കിൻ്റെ അവിടെ എത്തി. അപ്പോൾ പിന്നെ നമുക്ക് സൈക്കിൾ ചവിട്ടാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇറങ്ങി നടക്കുകയാണ്. ഈ ഏരിയയുടെ വീഡിയോ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട്, കുറേ മുൻപാണ് കേട്ടോ. ചേട്ടൻ ഇവിടെ എത്തിയപ്പോഴേക്കും പാട്ടൊക്കെ കേട്ട് നെസ്റ്റ് അടിച്ചു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ഞാൻ സ്റ്റെപ്പൊന്നും ഇട്ടില്ല. രാത്രി 7 മണിക്ക് ലൈറ്റ് ഓൺ ചെയ്താൽ പിറ്റേ ദിവസം രാവിലെ 7 മണിക്കാണ് ഇത് ഓഫ് ആവുക. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒരു 6:45 കുറച്ച് നേരം ഇവിടെ ഇരുന്നു കേട്ടോ. വേറൊരു കപ്പിൾസ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത്തിരി വയസ്സായവരാണ്. അവരവിടെ ഒന്ന് മെഡിറ്റേഷൻ ചെയ്യാനാണ് വന്നിട്ടുണ്ടായേ. അപ്പോൾ ചേട്ടൻ അവിടെ എത്തിയപ്പോൾ വേഗം പാട്ടൊക്കെ ഓഫ് ചെയ്തു. അപ്പോൾ അവരവിടെ ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ നേരത്ത് ഇവിടെ വന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പ്രകൃതിയോട് നമ്മൾ അലിഞ്ഞ് ചേർന്ന് പോണ പോലെ ഉണ്ടാവും. 7 മണി ആവാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ലൈറ്റൊക്കെ ഓഫാക്കൂട്ടാ. ഈ ദിവസങ്ങളിൽ സൂര്യോദയം കുറച്ച് വൈകിട്ടാണ്. അതായത് 7 മണിയാവും സൂര്യൻ്റെ വെളിച്ചമൊക്കെ ഒന്ന് പുറത്തേക്ക് എത്തുമ്പോൾ. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ 1 മണിക്കൂർ സൈക്കിൾ യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോഴും ചേട്ടൻ പാട്ട് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല ചേട്ടാ. അപ്പോൾ അടുത്ത വീട്ടിലത്തെ കുട്ടിയുണ്ട്, ഇതെന്താ ഇവിടെ അങ്ങനെ പാട്ടും കൂത്തും എന്നുള്ളതിൽ പുറത്തേക്ക് ഇറങ്ങിയേക്കാം.